വിസ്മയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ക്രൂരമായ പീഡനത്തിനിരയായി വീട്ടിൽ മരിച്ചത് നമുക്ക് ഓർമ്മയുണ്ട്. അന്ന് ആന്റണി രാജുവിന്റെ നേതൃത്വത്തിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എടുത്ത ഒരു നിലപാടുണ്ട്. അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കുക. വലിയ കരഘോഷമായിരുന്നു. അദ്ദേഹം അതിനെതിരെ കേസിന് പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. നിയമപരമാണോ എന്നുള്ളതൊന്നും ആരും ചർച്ച ചെയ്തില്ല. ഇന്നിപ്പോൾ ഗവർണർ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു. നിയമപരമല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യണം. പക്ഷെ ചോദ്യം ചെയ്യാൻ VC തയ്യാറല്ല. എന്തുകൊണ്ടാണ് ഇത്ര നിശിതമായ വിമർശനം ഗവർണർക്കെതിരെ ഉണ്ടാകുന്നത്? മധു, ഇവിടെ നടന്നിട്ടുള്ളത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത, നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു കൊലപാതകമാണ് നടന്നിട്ടുള്ളത്. ആ കൊലപാതകം മൂടിവെക്കാൻ വേണ്ടി ഒരു സർക്കാർ സംവിധാനം മുഴുവൻ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. വയനാട് ജില്ലയിലെ പോലീസ് സംവിധാനവും വയനാട്ടിലെ CPM നേതൃത്വവും അടക്കം എല്ലാവരും ചേർന്ന് ഈ കൊലപാതകം മൂടിവെക്കാനും മറച്ചുവെക്കാനും ദിവസങ്ങളോളം ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് മാധ്യമങ്ങളും കേരളവും ഇത് അറിയാൻ ദിവസങ്ങളോളം വൈകിയത്. ഈ ഒരു മൃഗീയമായ കൊലപാതകം, ഒരു വിദ്യാർത്ഥിയെ ദിവസങ്ങളോളം ഭക്ഷണം പോലും കൊടുക്കാതെ, പച്ചവെള്ളം കൊടുക്കാതെ കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ച് കെട്ടിത്തൂക്കി കൊന്ന സംഭവം പുറം ലോകം അറിയരുത് എന്ന ഉദ്ദേശത്തോടുകൂടി ദിവസങ്ങളോളം മൂടിവെക്കാൻ CPMന് സാധിച്ചു എന്നുള്ളത് അവരുടെ സംഘടനാ സംവിധാനത്തിന്റെ മികവായിട്ട് തന്നെ നമ്മൾ അംഗീകരിക്കേണ്ടി വരും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ പൊതുസമൂഹം മുഴുവൻ ഈ വിഷയത്തിൽ വളരെ വൈകാരികമായി തങ്ങളുടെ വീട്ടിലെ ഒരു പൊന്നുമോന് സംഭവിച്ച ഒരു ദുര്യോഗം പോലെ എല്ലാവരും വിഷമത്തോടു കൂടി ഏറ്റെടുത്ത ഈ സംഭവത്തിൽ സംസ്ഥാന സർക്കാർ ഒരു ഇടപെടലും നടത്തുന്നില്ല. ഇതിന്റെ ഉത്തരവാദികളായിട്ടുള്ള കോളേജിന്റെ ഉത്തരവാദികളായിട്ടുള്ള യൂണിവേഴ്സിറ്റിയുടെ ഉത്തരവാദികളായിട്ടുള്ള വൈസ് ചാൻസലറും ഡീനും അടക്കമുള്ളവരൊക്കെ ഈ ഗൂഢാലോചനയിൽ പങ്കാളികളാണ്, അതല്ലെങ്കിൽ ഈ കൊലപാതകം മറച്ചുവെക്കാനുള്ള പരിശ്രമത്തിൽ അവരുടെയൊക്കെ പങ്കാളിത്തമുണ്ട് എന്ന് കേരളത്തിലെ പൊതുസമൂഹം വിശ്വസിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ചില ആളുകൾക്കെതിരെ നടപടി എടുക്കേണ്ടതുണ്ട്. അത് പൊതുസമൂഹത്തിനെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് ഈ സംസ്ഥാനത്തെ ഭരണാധികാരികളുടെ ചുമതലയാണ്. ഭരണത്തലവൻ എന്നുള്ള നിലയ്ക്ക് ഗവർണർ ആ ചുമതല നിർവഹിച്ചു. അതിൽ കേരളത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് സിദ്ധാർത്ഥിന്റെ കുടുംബം കൃത്യമായി ഗവർണറെ അഭിനന്ദിച്ചിട്ടുണ്ട്. സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന്റെ അംഗീകാരം മതി, SFIയുടെ അംഗീകാരമോ ഗോവിന്ദന്റെ അംഗീകാരമോ ഈ കാര്യത്തിൽ ആവശ്യമില്ല. കാരണം ഗവർണർ എടുത്തത് ശരിയായ നിലപാടാണെന്ന് ഇന്ന് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും മനസ്സിലാകുന്നുണ്ട്. ആ ജനങ്ങൾ ഘടകവിരുദ്ധമായ നിലപാട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ MV ഗോവിന്ദൻ മാസ്റ്ററുടെ വിമർശനം എന്ന് പറയുന്നത് എന്താണ് കിട്ടുന്നതെന്ന് നോക്കിയിരിക്കുകയാണ്, രാഷ്ട്രീയമാണ് എന്നുള്ളതാണ്. ഇന്ന് അദ്ദേഹം ഗവർണർ പറഞ്ഞതാണ് SFI PFI ബന്ധമുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ നേതാവ്, കേന്ദ്ര നേതാവ് ജാവ്ദേക്കർ വിടവെന്ന് പറഞ്ഞത് CPMന്റെ PFI ആണ്, SFI എന്നാണ്. അപ്പൊ നിങ്ങളിതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഗോവിന്ദ മാസ്റ്റർ അടക്കം പറഞ്ഞതിന് സാധൂകരണമാണോ ഈ പ്രതികരണങ്ങൾ? ഇത്ര മൃഗീയമായി മനുഷ്യനെ കൊല ചെയ്യാൻ സാധിക്കുന്ന SFIക്കാരെ PFIയുമായി അല്ലാതെ, ഈ നിരോധിത തീവ്രവാദ സംഘടനയുമായി അല്ലാതെ മറ്റാരുമായിട്ടാണ് താരതമ്യം ചെയ്യേണ്ടത്? ഗവർണർ ഇക്കാര്യങ്ങൾ പറയുന്നതിൽ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അദ്ദേഹത്തിനെ ആക്രമിച്ച കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികൾ, ആ പ്രതികളിൽ കുറച്ചുപേർ PFI പ്രവർത്തകരായിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്ന് രാജ്ഭവൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് അദ്ദേഹം ആവർത്തിച്ചിട്ടുണ്ടാകാം. ഇവിടെ ചർച്ച വഴിതെറ്റിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കരുത്. ഈ വിഷയം എന്ന് പറയുന്നത് സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന് നീതി വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അവിടെ ഗവൺമെന്റ് പരാജയപ്പെടുന്നു, നമ്മുടെ സിസ്റ്റം പരാജയപ്പെടുന്നു, നമ്മുടെ പോലീസ് പരാജയപ്പെടുന്നു. ഈ പോലീസും സിസ്റ്റവും നമ്മുടെ സംസ്ഥാന സർക്കാരും പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി പരിശ്രമത്തിൽ ഏർപ്പെടുമ്പോൾ ഒരു തിരുനാളമായി, ആശ്വാസത്തിന്റെ തിരുനാളമായി, നീതിയുടെ വെളിച്ചമായി രാജ്ഭവൻ മാറി എന്നുള്ളതാണ് പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് രാജ്ഭവനോട്, ഗവർണറോട് സിദ്ധാർത്ഥിന്റെ കുടുംബം ഇന്ന് നന്ദി പറഞ്ഞിട്ടുള്ളത്. ഗവർണർ കരുത്തനായിട്ടുള്ള ആ വ്യക്തിയാണെന്ന് പറഞ്ഞിട്ടുള്ളത്. ആ സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന്റെ സർട്ടിഫിക്കറ്റിനപ്പുറം ഒരു ഗോവിന്ദന്റെയും സർട്ടിഫിക്കറ്റ് കേരളത്തിന്റെ ഗവർണർക്ക് ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.